തീർച്ചയായും അത് ആർക്ക് ഗുണം ചെയ്യുമെന്നുള്ളതല്ല. അതിനപ്പുറത്തേക്ക് സ്വാഭാവികമായും ഇപ്പോൾ നോക്കൂ, CPM-യുമായി ഒരു അന്തർധാര എന്നൊക്കെ പറയുമ്പോൾ അരിയാഹാരം കഴിക്കുന്ന ആർക്കെങ്കിലും വിശ്വസിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണോ CPM-ഉം BJP-യും തമ്മിലുള്ള ഒരു അന്തർധാര എന്ന്? ചരിത്രപരമായി CPM എടുത്തിട്ടുള്ള നിലപാടുകൾ എന്താണ്? ഇക്കഴിഞ്ഞ 2019, 2024 കാലഘട്ടത്തിൽ ഏറ്റവും കടുത്ത ഹിന്ദുത്വ സമീപനങ്ങളുമായി BJP സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ അവിടെ അതിശക്തമായ നിലപാടെടുത്ത ആരാണ്? ഇപ്പോൾ CAയുടെ കാര്യത്തിൽ ഇപ്പോൾ നമ്മൾ സജീവമായി ചർച്ച ചെയ്യുന്ന വിഷയമാണല്ലോ CA എന്ന് പറയുന്നത്. CAയുടെ വിഷയത്തിൽ ഇതാ മല്ലികാർജുൻ ഖാർഗെയോട് വാർത്താ ലേഖകർ ചോദിക്കുന്നു, നിങ്ങൾ അധികാരത്തിൽ വരികയാണ് എങ്കിൽ CA എടുത്തു കളയുമോ എന്ന്. എനിക്കിപ്പോൾ ഉത്തരം പറയാൻ കഴിയില്ല, ഞാനന്ന് രാത്രി ഉറങ്ങി എഴുന്നേക്കട്ടെ എന്ന നിലപാടാണ് എടുക്കുന്നത്. അക്കാര്യത്തിലൊന്നും ഖണ്ഡിതമായ നിലപാട് കോൺഗ്രസിന് ഇല്ലെന്നേ. 370-ൻ്റെ കാര്യത്തിനകത്ത് 370 എടുത്തു കളഞ്ഞ കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട് കോൺഗ്രസ് അധികാരത്തിൽ വരികയാണെങ്കിൽ, ഇന്ത്യ ബ്ലോക്ക് അധികാരത്തിൽ വരികയാണെങ്കിൽ, കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലാണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ പ്രത്യേക പദവി തിരിച്ചു കൊടുക്കുമോ? ഇല്ല. കോൺഗ്രസിന് അക്കാര്യത്തിലൊന്നും നിലപാടുകളില്ല എന്നുള്ളതാണ്. അവിടെയാണ് ഇടതുപക്ഷത്തിൻ്റെ റോൾ വളരെ പ്രധാനപ്പെട്ടതാകുന്നത്. അപ്പോൾ പിന്നെ അന്തർധാര എന്നൊക്കെ പറയുന്നതിലൊന്നും യാതൊരു കാര്യമില്ല. കേന്ദ്രത്തിനെതിരെ BJP ഇതര സംസ്ഥാനങ്ങൾ സ്വീകരിക്കേണ്ട നിലപാടിൽ മാതൃകാപരമായ സമീപനം സ്വീകരിക്കുന്നത് കേരള സർക്കാരാണ്, പിണറായി വിജയൻ സർക്കാരാണെന്ന് പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. നമ്മളത് ഗവർണറുടെ കാര്യത്തിൽ കണ്ടു, സാമ്പത്തികമായി ഞെരുക്കുന്ന കാര്യത്തിൽ കണ്ടിരിക്കുന്നു, ഇപ്പോൾ രാഷ്ട്രപതിക്കെതിരെയും കോടതിയിൽ പോകുന്നു എന്നുള്ളതാണ്. നോക്കൂ, BJP-യുടെ കാര്യത്തിനകത്ത് എന്താ ഇലക്ട്രൽ ബോണ്ട് എന്ന കാര്യം. ഇലക്ട്രൽ ബോണ്ട് ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പണം വാങ്ങിയിരിക്കുന്നു. എന്തുകൊണ്ടാണ് നമുക്ക് CPM-നെ അക്കാര്യത്തിൽ അഭിനന്ദിക്കാൻ മടി എന്ന് ഒരിക്കൽ കൂടി ഒന്ന് ആലോചിക്കണം നമ്മൾ, ഈ പാനലിസ്റ്റുകളെല്ലാം തന്നെയും. കാരണം CPM-ആണ് ഇലക്ട്രൽ ബോണ്ട് ലോക്സഭയിൽ അവതരിപ്പിക്കുന്ന ഘട്ടത്തിൽ അന്ന് രാജ്യസഭയിൽ ഉണ്ടായിരുന്ന സീതാറാം യെച്ചൂരി ഇതിൻ്റെ യഥാർത്ഥ പൊള്ളത്തരം, ഒരുപക്ഷെ ലോകം കണ്ട ഏറ്റവും വലിയ കൊള്ളയാണ് എന്ന് തുറന്നു കാണിച്ചത്. അതേ CPM-ആണ് സുപ്രീം കോടതിയിൽ പോയി ഈ പറയുന്ന ഇലക്ട്രൽ ബോണ്ട് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് സ്ഥാപിച്ചിട്ടുള്ളത്. ഇന്നിപ്പോൾ അത് പുറത്തു വന്നിരിക്കുകയല്ലേ. നേരത്തെ ഡോക്ടർ അരുൺകുമാർ അതിൻ്റെ റെയ്ഡ് നടന്നത്, പരിശോധന നടന്നത്, അത് കഴിഞ്ഞതിന് ശേഷം ഇലക്ട്രൽ ബോണ്ട് വാങ്ങി നൽകിയത്, പിന്നീട് ആ പരിശോധന ഇല്ലാതായതിൻ്റെ ലിസ്റ്റ് വായിച്ചില്ലേ? ശരത്ചന്ദ്ര റെഡ്ഡി എപ്പിസോഡ് മാത്രം മതിയല്ലോ. ശരത്ചന്ദ്ര റെഡ്ഡി എപ്പിസോഡ് എന്തൊക്കെയാണ് പൊളിച്ചു കളഞ്ഞത്? ഒന്ന്, അരവിന്ദ് കെജ്രിവാളിനെതിരായ മദ്യനയ അഴിമതി കേസ് തന്നെ പൊളിച്ചു കളഞ്ഞു എന്നുള്ളത് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് 41 കമ്പനികൾ എങ്ങനെയാണ് ഈ പറയുന്ന BJP സർക്കാർ ഹഫ്ത വസൂലാക്കാൻ വേണ്ടി ഈ ഭീഷണിപ്പെടുത്തി, റെയ്ഡ് നടത്തി, പരിശോധന നടത്തി, അറസ്റ്റ് ചെയ്ത് വലിയ നിലയിൽ കോടിക്കണക്കിന് രൂപ സമ്പാദിച്ചത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അക്കാര്യത്തിൽ CPM എടുത്തിട്ടുള്ള നിലപാട്, ലെഫ്റ്റ് എടുത്തിട്ടുള്ള നിലപാട് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഏതായാലും ആം ആദ്മി പാർട്ടിയും ലെഫ്റ്റും ഈ രാജ്യത്ത് ഏത് തരത്തിലാണ് കേന്ദ്ര സർക്കാരിനെതിരെ അല്ലെങ്കിൽ BJP സർക്കാരിനെതിരെ സമീപനം സ്വീകരിക്കുന്നത് എന്നതിൻ്റെ ഏറ്റവും നല്ല തെളിവ് തന്നെയാണ് ഈ പറയുന്ന ഏറ്റവും ഒടുവിലുള്ള ED അന്വേഷണം എന്ന് പറയുന്നതിൽ നമ്മൾ മടിക്കേണ്ട കാര്യമില്ലെന്നേ. തോമസ് ഐസക് ഇന്ന് ചോദിച്ചത് എന്താണ്? മൂക്കിൽ പൊടിയാക്കുമോ എന്നാണ് ചോദിച്ചത്. അത് തന്നെയാണ് ചോദിക്കുന്നത്. നമുക്ക് ഒറ്റ കാര്യം എനിക്ക് അവസാനമായി പറയാനുള്ളൂ. ഈ കാലഘട്ടത്തിൽ പുറത്ത് നടക്കുന്ന നമ്മളെക്കാൾ മഹാന്മാരാണ് ജയിലിൽ പോകുന്നവർ എന്ന് എന്ന് വെച്ചാൽ രാഷ്ട്രീയ കാരണങ്ങളാൽ ജയിലിൽ പോകുന്നവർ എന്നാണ് എനിക്ക് പറഞ്ഞു വെക്കാൻ. Meet the editors.